ആറാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 10 വാക്യങ്ങളാണ് ആറാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ മേളത്തെ വാക്യം ഏത് രാഗത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? അഷ്ടമരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഷ്ട എന്ന വാക്കിന് 8 എന്നാണ്. 8ാമത്തെ കമ്പി ഉപയോഗിച്ച് ഉയർന്ന രാഗത്തിൽ പാടുന്ന പാട്ടാണ് അഷ്ടമ രാഗം. അനുതാപ സങ്കീർത്തനങ്ങളാണ് ഈ സങ്കീർത്തനങ്ങൾ. അനുതാപ സങ്കീർത്തനങ്ങളാണ്. വേദോത്സവത്തിൽ എത്ര ഒന്നാമത്തെ അനുതാപ സങ്കീർത്തനമാണ് 6ാമത്തെ സങ്കീർത്തനം. പിന്നെ 32ാമത്തെ സങ്കീർത്തനവും അനുതാപ സങ്കീർത്തനം. എങ്ങനെ ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ 32ാം സങ്കീർത്തനം. 38ാമത്തെ സങ്കീർത്തനം അനുതാപ സങ്കീർത്തനമാണ്. 51ാമത്തെ സങ്കീർത്തനം എന്താണ്? ദാവീദിന്റെ അനുതാപ സങ്കീർത്തനം. 102ാമത്തെ സങ്കീർത്തനം, 130ാമത്തെ സങ്കീർത്തനം, 143ാമത്തെ സങ്കീർത്തനം, ഇതെല്ലാം അനുതാപ സങ്കീർത്തനമാണ്. കഷ്ടത അനുഭവിക്കുന്നവന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യൻ്റെ വലിയ പ്രാർത്ഥന അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായും ദൈവകോപം വിളിച്ചു വരുത്തരുതേ എന്ന് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് പരിശുദ്ധ റൂഹ ഒരു വലിയ സന്ദേശം നൽകുകയാണ്. പാപം ശാരീരിക പീഡകൾ കൊണ്ടുവരും. അത് ആത്മാവിൽ ഏൽപ്പിക്കുന്ന കറ നിസ്സാരമല്ല. പാപം മരണാവസ്ഥയിലേക്കും അവിടുത്തെ മനുഷ്യനെ എത്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി എന്നെ വിടുവിക്കണമേ എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെയും പ്രാണന്റെയും ശരീരത്തിൻ്റെയും ഒരു വിടുതൽ, പാപനിമിത്തമുണ്ടാകുന്ന ഒരു വലിയ വിടുതലിന് വേണ്ടിയുള്ള ഒരു യാതനയാണ് ഈ സങ്കീർത്തനം ഉടനീളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിൻ്റെ കാരണമെന്ന 2 ശമൂവേലിന്റെ പുസ്തകം 11:27 ഇതിൻ്റെ മൂല കാരണം. ഈ സങ്കീർത്തനം ബേർഷേബ, ഊരിയാവിൻ്റെ ഭാര്യയായിരിക്കുന്ന ബേർഷേബയെ ദാവീദ് തട്ടിയെടുത്തതിൻ്റെ ഫലമായുണ്ടായ മഹാപാപം ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കോപമായി ആഞ്ഞടിച്ചു. 2 ശമൂവേൽ 11:27. 2 ശമൂവേൽ 11:27. ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി അവൾ അവന് ഭാര്യയായി. അവനെ ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. മതി. ദൈവത്തിന് അനിഷ്ടമായുള്ള മഹാപാപം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ദാവീദിൻ്റെ മേൽ വന്നു. അതിന് അവൻ്റെ ആ സങ്കീർത്തനത്തിൽ 6ാം സങ്കീർത്തനത്തിൻ്റെ 1ാമത്തെ വാക്യം സൗഖ്യത്തിനായുള്ള ഒരു പ്രാർത്ഥനയാണ്. ശാരീരികമായി വലിയ പാപസംബന്ധമായ രോഗം, ശാരീരികമായ രോഗം, മാനസികമായ വ്യഥ എല്ലാം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒന്ന് വായിച്ച്. യഹോവേ നിന്റെ കോപത്തിൽ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്. യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്. നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത്. നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ തകർച്ച, ഭയം, കുഴഞ്ഞ അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള വലിയ മാനസികമായ ശാരീരികമായ സംഘർഷത്തിൽ ദാവീദായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ എന്നെ എന്നോട് കരുണ തോന്നി എന്നെ രക്ഷിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15ാം അധ്യായം അതിൻ്റെ 26ാം വാക്യത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് പെട്ടെന്ന് വായിച്ചോണം. ഈ പുറപ്പാട് 15:26 പുറപ്പാടിന്റെ പുസ്തകം 15:26. യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക്
വ്യാധികളിൽ ഒന്നും വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ആ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളിച്ചെയ്തു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മാനസിക രോഗമുണ്ടായിരിക്കാം, ശാരീരിക രോഗമുണ്ടായിരിക്കാം, ആത്മീയമായ രോഗമുണ്ടായിരിക്കാം, ഭാവസംബന്ധമായ രോഗമുണ്ടായിരിക്കാം. ഇതെല്ലാം അവൻ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു സൗഖ്യദായകൻ നമ്മുടെ നടുവിലുണ്ട്. ഹോശേയ 6:1. ഹോശേയ 6:1. പ്രിയപ്പെട്ടവരെ, സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. കാരണം നീ ചട്ടങ്ങളിലും കൽപ്പനകളുടെ വഴികളിലൂടെ നീ നടന്നാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ബാധയും ഞാൻ നിനക്ക് എന്ത് ചെയ്യത്തില്ല, വരുത്തുകയില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹോശേയ 6:1. ഹോശേയയുടെ പുസ്തകം 6:1. നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എൻ്റെ സൗഖ്യദായകൻ. നിൻ വചനത്തിൻ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും. നിൻ വചനത്തിൻ ആജ്ഞയാൽ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും. ഹോശേയ ഇതുവരെ കണ്ടുപിടുത്തില്ല. ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഹോശേയ 6:1. അങ്ങോട്ട് ധൈര്യമായിട്ട് വായിക്കേ. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. അവൻ സൗഖ്യമാക്കും. അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. എന്തൊരു വ്യത്യസ്തമായ വാക്യങ്ങളാണ്. ഒന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. നമ്മുടെ പാപം കാരണം ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? കടിച്ചു കീറിയിരിക്കുകയാണ്. അവൻ സൗഖ്യമാക്കും. പക്ഷെ അവൻ നമ്മളുടെ സ്നേഹമുള്ള ദൈവമാണ്. അവൻ നമ്മളെ സൗഖ്യമാക്കും. നാം കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. ബാലശിക്ഷ തന്നിരിക്കുന്നു. അവൻ മുറിവുകൾ കെട്ടും. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 103:3 സങ്കീർത്തനം വായിച്ചു. 103:41, 30:2, 103:3. കണ്ടോ, നമ്മുടെ ദൈവം എത്ര സ്നേഹവാനാണ്. അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ദൈവം. അവൻ നമ്മുടെ വേദനകളെ എടുത്തു മാറ്റുന്ന ദൈവം. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും. മതി. അവൻ നിന്റെ അകൃത്യമൊക്കെ 41:3 എടുത്തോ പെട്ടെന്ന്. ഹല്ലേലൂയ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അടുത്തത്, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വായിച്ചു. യഹോവ അവനെ യഹോവ അവനെ രോഗശയ്യയിൽ എന്ത് ചെയ്യും? താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കും. 30:2 എടുത്തു. ഇനി 30:2. വേറൊരാൾ 107:20. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. കട്ടിൽ എഴുന്നേക്കാൻ കഴിയാതെ ദീർഘവർഷങ്ങളായി രോഗത്തിന്റെ പിടിയിൽ അമർന്ന നിന്റെ രോഗക്കിടക്ക മാറ്റിവിരിക്കാൻ എന്റെ യേശു ശക്തനാണ്. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവരെ സ്തുതി പാടുവിൻ. അവന്റെ വിശുദ്ധ 107:20 എടുത്തു വായിച്ചു. 147:3.
അവൻ നമ്മുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവമാ. നിന്റെ രോഗം ആമേൻ വൈദ്യനെ സൗഖ്യമാക്കാൻ കഴിയില്ല. ആമേൻ ഹല്ലേലൂയ. വൈദ്യശാസ്ത്രത്തിൽ യേശുവിനെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അടുത്തത് അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരായിരിക്കുന്ന നാശകരമായ കുഴിയിൽ നിന്ന് അവരവരെ വിടുവിച്ചു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങൾ ചൊല്ലിയും അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. ആമീൻ. 147:3. പ്രിയപ്പെട്ടവരെ, അവൻ തന്റെ വചനം വഹിച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എത്ര വിദൂര സ്ഥലങ്ങളിലായിരുന്നാലും ആമീൻ, അവൻ തന്റെ വചനം വഹിച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. യിരെമ്യാവ് 17:14. ഹല്ലേലൂയ. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവൻ അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ മനം തകർന്നവരെ മാനസികമായി തകർന്ന് ഹല്ലേലൂയ ആത്മാവിന്റെയും പ്രാണന്റെയും ഹല്ലേലൂയ ഹല്ലേലൂയ ആമീൻ മുറിവേറ്റ വ്യക്തിയാണ് നീയെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ യേശു ഇന്ന് പകൽ നമ്മോടൊപ്പമുണ്ട്. എന്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടപെടാതെ കണ്ണുനീർ ഒഴുകട്ടെ. എന്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റിരിക്കുന്നു. വയലിൽ ചെന്നാൽ ഇതാ വാൾ കൊണ്ട് പട്ടുപോയവർ, പട്ടണത്തിൽ ചെന്നാൽ ഇതാ ക്ഷാമം കൊണ്ട് പാടുപെടുന്നവർ. പ്രവാചകനും പുരോഹിതനും അതുപോലെ തങ്ങൾ അറിയാത്ത ദേശത്തെ അലഞ്ഞു നടക്കുന്നു. നീ യഹൂദായെ മതി. ഇനി 33:6 വായിച്ചേ. 33 അതിന്റെ തന്നെ 33:6. യെശയ്യാവ് 53:4-5 വായിച്ചു. 33 ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും അവരെ സൗഖ്യമാക്കും. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യെശയ്യാവ് 53:4-5. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചു ദണ്ഡിപ്പിച്ചു വിരിക്കുന്നു എന്ന് യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് പ്രവാചകൻ വർണ്ണിക്കുക. 1 പത്രോസ് 2:24. പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ 1 പത്രോസ് 2:24 അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവന്റെ പുറം പടയാളികൾ ഉഴുവുചാല് പോലെ അടിച്ചു കീറി. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. മാംസകഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവന്റെ പുറത്തു നടന്നു വീണു. രക്തം ധാരധാരയായി ഒഴുകി. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നാം മരിക്കേണ്ടതിന് പകരം യേശു നമുക്ക് വേണ്ടി മരിച്ചു. വായിച്ചേ. കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മരുന്നിന് കഴിയാത്തത്, ഡോക്ടർക്ക് കഴിയാത്തത് ഹല്ലേലൂയ യേശു തമ്പുരാന് കഴിയും. നിന്നെ സൗഖ്യമാക്കാൻ യേശു മതിയായവൻ. അവൻ പ്രധാന ഡോക്ടറാണ്, അവൻ നല്ല ഡോക്ടറാണ്, അവൻ നല്ല വൈദ്യനാണ്. യേശു അനേക രോഗികളെ സൗഖ്യമാക്കി. അപ്പോസ്തലന്മാർ അനേകരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി. അവരുടെ നിഴൽ തട്ടിയവർ പോലും സൗഖ്യം പ്രാപിച്ചു. ഈ സങ്കീർത്തനത്തിൽ 2-ാമത്തെ ഭാഗം കോപം മാറിക്കിട്ടുവാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് കോപം ഉണ്ടാകുമോ? ഉണ്ടാകും. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമപ്പിൻ. പുറപ്പാട് 4:14, സംഖ്യ 11:10. പ്രിയപ്പെട്ടവരെ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഹല്ലേലൂയ. അവന്റെ കോപം ക്ഷണനേരത്തേക്ക്, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. വായിച്ചു, എടുത്തൊരു വായിച്ചു.
പുറപ്പാട് 4:14. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ആ ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? ആ അവന് നല്ലവണ്ണം സംസാരിക്കണമെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, ഈ മോശയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇസ്രായേലിന് നായകനാക്കാൻ പോകണമെന്ന് പറഞ്ഞു. അവൻ നിന്നെ മോശ ഒഴികഴിവ് പറഞ്ഞു അല്ലേ? മോശ എന്ത് ചെയ്തു? ഒഴികഴിവ് പറഞ്ഞു. ഹല്ലേലൂയ. സംഖ്യ 11:10 എടുത്തു. ഞാൻ 12 പറഞ്ഞേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ ഒഴികഴിവ്. എനിക്ക് എൻ്റെ നാവ് തടിച്ച് നാവുള്ളയാളാ, ഞാൻ വിക്കനാ, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സംഖ്യ 11:10. ആ സമയത്ത് ദൈവം മോശയോട് കോപിച്ചു. വിക്കനെയും ചെകിടിനെയൊക്കെ സൃഷ്ടിച്ചത് ഞാനല്ലയോ? നിന്റെ നാവോടും വായോടും കൂടെ ഞാന് ഇരിക്കും. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ, പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കല്ലേ. യേശുവാണ് നിന്നെ വിളിച്ചത്. ജനം കുടുംബമായി ഓരോരുത്തൻ. ഒരു സെക്കൻഡ്. ഹല്ലേലൂയ. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കരുത്. ആമേൻ. ഫറവോന്റെ മുമ്പിൽ ആമേൻ എന്റെ വായും നാവുമായിട്ട് ദൈവം ഞാൻ നിന്നെ നിർത്താൻ പോവുക. കൊടുങ്കാറ്റടിക്കുന്ന പടകിന്റെ മുമ്പിൽ ഭയന്ന് നിൽക്കുന്ന പൗലോസേ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്. ദൈവം പറയുകയാണ്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ട വ്യക്തിയാ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കഴിവുകേടുകൾ ദൈവത്തിന് പ്രശ്നമല്ല. നിനക്ക് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ ആമേൻ നിന്റെ വായായി അഹരോനെ നിയമിക്കാൻ പോകുകയാണ്. നിന്റെ പോരായ്മ മാറ്റാൻ നിന്റെ സഹോദരനായ അഹരോനെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്ന് നീ മനസ്സിലാക്കിക്കോണം. ആമീൻ. പച്ചയായവള് സന്തോഷങ്ങളുടെ മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുന്നവനാണ് എന്റെ ദൈവം. നിന്റെ സ്ഥിതി മാറ്റാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. നിന്റെ ശൂന്യത മാറ്റാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. നിന്റെ രോഗക്കിടക്ക മാറ്റിവരിക്കാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. ആരോഗ്യവും ബലവും ശക്തിയും ആമേൻ നിനക്ക് തരാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വായിച്ചു. ജനം കുടുംബം കുടുംബമായി താന്താന്റെ കൂടാരവാതിൽക്കൽ വെച്ച് 11:10 കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു, മോശയ്ക്കും അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വരച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാത്ത ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു രാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാർത്തെ ചുരുക്കി പറഞ്ഞാൽ ദൈവം ബാലശിക്ഷ നൽകുന്ന ദൈവമാണ്. സങ്കീർത്തനം 7:12 എടുത്ത് ദൈവം ബാലശിക്ഷ നൽകും. ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും. ഒരു പാട്ടുണ്ട്, ഒന്ന് പാടിക്ക്. നൽകുമൻ അപ്പനെങ്കിലും ചേലോടുന്ന സ്നേഹം പോയിടും. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. അവൻ തന്നെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. യെരമ്യാവ് 10:24. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ബാലശിക്ഷ നൽകുന്ന ദൈവമാണ്. തന്റെ മക്കളെ സ്നേഹത്തോടെ ആമീൻ ബാലശിക്ഷ നൽകുന്ന ദൈവം. നമ്മൾ തെറ്റ് ചെയ്താൽ, ഒരു കുറ്റം ചെയ്താൽ ബാലശിക്ഷ നൽകും. യെരമ്യാവ് 10:24. ഞാൻ ഇല്ലാതായി പോകാതിരിക്കേണ്ടതിന്, യഹോവേ ഞാൻ ഇല്ലാതായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെ അല്ല ന്യായത്തോടെ എത്രയും ശിക്ഷിക്കണമേ. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങി. അപ്പോൾ ദൈവമേ നീ ന്യായത്തോടെ ശിക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. നാം വെളിപ്പാട് പുസ്തകം 3:19 വായിച്ച് ആവർത്തനം 8:5 വേറൊരെടുത്ത് വെളിപ്പാട് പുസ്തകം 3:19.
സ്തോത്രം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും എല്ലാരെയും നീ ശാസിക്കുന്നില്ല. ആരെയാ? പ്രിയമുള്ളവർ. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. മതി. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കലും അവൻ എന്റെ അടുക്കലും വന്ന് അത്താഴം കഴിക്കും. യേശു നിന്റെ വീട്ടിൽ വന്ന നിന്റെ അത്താഴത്തിന്റെ ബുദ്ധിമുട്ട് മാറും. അവൻ നിന്റെ വാതിക്കൽ വന്ന് മുട്ടുകയാ. ആവർത്തനം 8:5 എടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ നിന്റെ വീടിന്റെ വാതിക്കൽ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് മുട്ടി വിളിക്കുക. ആമേൻ. സ്തോത്രം. തുറക്കുമോ എനിക്ക് നിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ താല്പര്യമുണ്ട്. മകനെ മകളെ, ഹല്ലേലൂയ. പാപത്തെ വിട്ട് ഓടുമോ? ആമേൻ. ലോകഇമ്പങ്ങളെ വിട്ട് ഓടുമോ? യേശു നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് മുട്ടുകയാണ്. ആമേൻ. ഹൃദയം തുറക്കുമോ? യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നാൽ അവൻ നിന്റെ വീട്ടിൽ വരും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ വരും, നിന്റെ ഹൃദയത്തിൽ വരും. നിന്റെ ബുദ്ധിമുട്ട് അവൻ എടുത്തു മാറ്റും. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ നീ പ്രമാണിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ബാലശിക്ഷ മേടിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. 2 ശമൂവേൽ 7:14, എബ്രായർ 12:6-7. ആമീൻ. ഹല്ലേലൂയ. എബ്രായർ 12:6-7, 2 ശമൂവേൽ 7:14. നല്ലൊരു ദേശത്തേക്കല്ലോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ദേശം ചെറിയ ദേശമല്ല. 7:14. അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ എനിക്ക് പിതാവും പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്ത് ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. പടി കൊണ്ടടിക്കുന്ന ദൈവം അവൻ. ഹല്ലേലൂയ. എബ്രായർ 12:6-7. എബ്രായർ 12:6-7. എബ്രായർ 12:6-7. ഭയങ്കര മർമ്മമാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. എടുത്തു. എബ്രായർ 12:6-7. 12-യോ? എബ്രായർ 12:6-7. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? മക്കളോടെന്ന പോലെ നിങ്ങളോട് സംസാരിക്കുന്ന പ്രബോധനം മറന്നു കളഞ്ഞു. ഞാൻ വാക്കുകൾ നിർത്താൻ പോവാ. സ്തോത്രം. ആവർത്തനം നമ്മൾ വായിച്ചല്ലോ. എന്തോ 8:6. ദൈവം എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു എന്നൊക്കെ അതിൻ്റെ 7-ാം വാക്യത്തിൽ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിങ്ങൾ കൊണ്ടുപോകുന്നത്. അത് മലകളിൽ നിന്നും താഴ്വരകളിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. അതൊന്ന് വായിച്ചേ മാമേ. ഗോതമ്പും യവവും സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ. ആവർത്തനം 8:7. ഒരു സീസൺ മുറിച്ച് മറ്റൊരു സീസണിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവാ. ദാരിദ്ര്യത്തിന്റെ സീസൺ മുറിച്ച് സമൃദ്ധിയുടെ സീസൺ ഒരുക്കാൻ പോവാ. വേദനയുടെ സീസൺ മുറിച്ച് ആശ്വാസത്തിന്റെ സീസൺ ഒരുക്കാൻ പോവുക. സങ്കടത്തിന്റെ സീസൺ മുറിച്ച് സന്തോഷത്തിന്റെ സീസൺ ഒരുക്കാൻ പോവുക. മാറയെന്ന സീസൺ മുറിച്ച് മധുരമെന്ന സീസൺ ഒരുക്കാൻ പോകുക. രോഗമെന്ന
സമാധാനത്തിന്റെ സീസൺ മുറിച്ച് സൗഖ്യത്തിന്റെ സീസൺ ഒരുക്കാൻ പോകുക. സങ്കടങ്ങളുടെ സീസൺ മുറിച്ച് ആമീൻ അപവൃത്തിയുടെ സീസൺ ഒരുക്കാൻ പോകുക. യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ, ദൈവമായ യഹോവ ആ നല്ലൊരു ദേശത്തേക്ക് നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും, അത് ചെറിയ ദേശമല്ല, താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, വരൾച്ചയില്ലാത്ത ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും അത്തിവൃക്ഷവും മാതളതാരവും ഉള്ള ദേശം, ഒരു വൃക്ഷവും തേനുമുള്ള ദേശം, ഒരു വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പായിരിക്കുന്നതും അവിടുത്തെ കല്ല് ഇരുമ്പായിരിക്കുന്നതും ഇരുമ്പിന്റെ വിലയാ കല്ലിന്. ആ മലകളിൽ നിന്നും താമ്രം വെട്ടിയെടുക്കുന്ന മണ്ണിന്റെ വില താമ്രത്തിന്റെ വിലയാ. ആ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് നല്ല ദേശത്തെ കുറിച്ച് സ്തോത്രം ചെയ്യണം. പലസ്തീനായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടോ? വടക്കേ ഇന്ത്യയിലാണ് ഇത്രയും സ്വസ്ഥത കിട്ടുമോ? നല്ല വീട് ഈ പത്തനംതിട്ട ജില്ലയിൽ നല്ല സ്ഥലത്ത് താമസിച്ച് ജീവനുള്ള ദൈവത്തെ സ്നേഹിപ്പാനും ആരാധിപ്പാനും കിട്ടിയ നിന്റെ കൊച്ചു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നീ സ്തോത്രം ചെയ്യണം. നിനക്ക് തന്ന നന്മകളെ ഓർത്ത് നീ സ്തോത്രം ചെയ്തോണം. നീ പിറുപിറുക്കരുത്. എന്തിനേ എന്ന് ചോദ്യം ചെയ്യരുത്. ദൈവമേ, നീ എനിക്ക് തന്ന ദാനങ്ങളെ ഓർത്ത് ഞാൻ നിനക്ക് സ്തുതി പാടുന്നു എന്ന് പറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നീ നല്ല വീടുകൾ പണിത് പാർക്കുമ്പോഴും നിനക്കെല്ലാ പൂർത്തി ഉണ്ടാകുമ്പോഴും നീ സ്തോത്രം പറഞ്ഞോണം. ആ സ്തോത്രത്തോ